ബി.ജെ.പിയുടെ കൗൺസിലറും തിരുവനന്തപുരം ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറിയുമായ തിരുമല അനിൽകുമാർ ആത്മഹത്യ ചെയ്ത വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം സങ്കടത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം മേയർ ആര്യ രാജേന്ദ്രൻ വരെ പങ്കുവച്ചത് ടെലിവിഷൻ ചാനലിലൂടെ. അത് വി രാജേഷിനെ അടിച്ചിരുത്താനാണെങ്കിൽ പോലും ആര്യ പറഞ്ഞത് വളരെ സുവ്യക്തമായിരുന്നു. അനിൽകുമാർ ചേട്ടനെ സഹായിക്കാൻ ഞങ്ങളെല്ലാം സന്നദ്ധരായിരുന്നു, പക്ഷേ അദ്ദേഹം ജീവൻ ഒടുക്കിക്കളഞ്ഞുവെന്ന് ആര്യ സങ്കടത്തോടെ പറഞ്ഞത് നമുക്കറിയാം. ഇപ്പോൾ പുറത്തു വരുന്നത് അനിൽകുമാറും നിക്ഷേപകന്റെ മകളുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ്. ഫോൺ സംഭാഷണത്തിൽ അനിൽകുമാർ പറയുന്നു, എന്നെ കണ്ടാൽ ഞാൻ പകുതിയോളം ആയി മോളെ, ഞാൻ പകുതിയോളം അങ്ങായി. എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് ഒരു നിലയിലും എത്തിച്ചിട്ടില്ല, അവരൊക്കെ ചെറിയ പ്രായമല്ലേ, ഞാൻ ആകെ സങ്കടത്തിലും ആണ്. മോളൊരു കാര്യം ചെയ്യൂ, പൈസ ഇപ്പോഴെനിക്ക് തരാൻ പറ്റുന്നില്ല, മോൾ ഒരു CIയെ പോയി കാണണം, പരാതി പോലീസിൽ കൊടുക്കണം. ഇതാണ് ആ ഫോൺ സംഭാഷണം. അപ്പോൾ ആ പെൺകുട്ടി അങ്ങേത്തലയിലുള്ള നിക്ഷേപകന്റെ മകൾ പറയുന്നുണ്ട്, അനിൽകുമാർ ചേട്ടൻ്റെ മുഖം ഓർത്തിട്ടാണ് ഞങ്ങൾ ഇതുവരെ പോലീസിൽ പരാതിപ്പെടാത്തത്. ചേട്ടൻ പറഞ്ഞാൽ വാക്ക് നടപ്പിലാകുമെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ചേട്ടനല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ നമുക്കറിയാമെന്ന് ആ പെൺകുട്ടി പറയുന്നുമുണ്ട്. നമുക്ക് ഏതായാലും ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സുവ്യക്തമാകും. ഞാൻ ഇന്നിപ്പം നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാരെയും ഞാൻ ഒന്ന് വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം, നമ്മെ കൊണ്ടൊന്ന് ആയിട്ടൊന്ന് സംസാരിപ്പിക്കണം, എന്നെ അവിടെ വിളിപ്പിക്കട്ടെ എന്നെ. അതെ അതെ, അതാണ് ചേട്ടാ നല്ലത്. അല്ലാതെ ചേട്ടന്റെ ഒറ്റ കൈക്ക് പോയത് നടക്കത്തില്ല. ഇവരും ആവശ്യക്കാരാണ്, കാശിന് ആവശ്യക്കാരാണ്. ഈ പറയുന്ന പോലെ ചേട്ടാ കണ്ടല്ലോ, നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി. ഞാൻ ഇപ്പതാ കുറച്ചു മുന്നേ പോയി, അമ്മയ്ക്ക് കാലുവേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കൊണ്ടുപോയി ഒരു 50,000 രൂപയ്ക്ക് പണയം വെച്ചിട്ട് വന്നു. അപ്പം നാളെ അമ്മയെ എന്തായാലും കൊണ്ടുപോയി എസ്കേപ്പ് പോകണം, ശനിയാഴ്ച അച്ഛനെ കൊണ്ടുപോകണം. അപ്പം അങ്ങനെ എനിക്ക് എന്തായാലും കാശുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് വന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, നാളെ എസ്കേയിൽ പോണതിന് മുന്നേ ആയിട്ട് ഒന്ന് CA എടുത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ചേട്ടൻ ഒറ്റയ്ക്ക് ഇത് ഇറങ്ങിയത് കൊണ്ട് നടക്കത്തില്ല ചേട്ടാ. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കണ്ട. കാരണം വെച്ചാൽ അവരും കൂടെ ഇപ്പൊ ചേട്ടനല്ലല്ലോ ഈ പറയുന്ന പോലെ ഈ കാശെടുത്ത് മറിച്ചത്. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. ഇതിപ്പോ അവിടെ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ചൂട് വരും. അല്ല ചേട്ടൻ ചെന്ന് പറഞ്ഞതുകൊണ്ട് അവരെല്ലാവരും നിസ്സാരം പോലെ നിൽക്കുകയല്ലേ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ടെൻഷൻ അനുഭവിക്കുന്നേ? അപ്പൊ അമ്മ ഒന്ന് CA കണ്ട് സംസാരിക്കട്ടെ. ഇന്നലെ ആയിരുന്നു ഡേറ്റ്, കാശ് കിട്ടിയില്ല എന്ന് പറയുമ്പോ അവര് CA വിളിപ്പിക്കുമല്ലോ. അപ്പൊ അവർക്കത് അതിന്റെ ഒരു ചൂട് വരും. അല്ലാതെ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് ഈ ടെൻഷൻ അനുഭവിക്കേണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ അച്ഛൻ ഉപയോഗിക്കുന്ന ഡയപ്പർ എന്ത് മീഡിയം സൈസ് ആണോ ലാർജ് ആണോ ഏതാണോ? അയ്യോ അതൊന്നും വേണ്ട ചേട്ടാ. അതിനല്ല അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. വേറൊരു കമ്പനിയില് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവര് ചോദിച്ച സൈസ് ചോദിച്ചു. ഒന്നും വേണ്ട ചേട്ടാ. മക്കൾ എങ്ങനെ എന്നെ കാണാതെ മക്കളത്? അല്ല അങ്ങനെയല്ല ചേട്ടാ, ഡയപ്പർ എല്ലാം ഞാൻ ഓൾറെഡി മേടിച്ച് വച്ചിരിക്കുന്നു. അതല്ല മക്കൾ ഏതാണ് പറയേ, മീഡിയം ആണോ? ഇല്ല ചേട്ടാ, ഇല്ല അതൊന്നും വേണ്ട ചേട്ടാ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചേട്ടാ വേറൊന്നും കൊണ്ടല്ല ചേട്ടാ, വേറൊന്നും കൊണ്ടല്ല. കാരണം വെച്ചാൽ ഡയപ്പർ സത്യമായിട്ട് എന്റെ 3 കുഞ്ഞുങ്ങൾ സത്യമായിട്ട് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്കുള്ളത് മേടിച്ച് വച്ചിരിക്കുന്നു. നിന്റെ ഇടപെടലും സംസാരമൊക്കെ ശരിക്കും മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഒരു വല്ലാത്ത സ്റ്റേജിലായിപ്പോയി ചേട്ടാ. കഴിച്ചിട്ടില്ല. എനിക്ക് ഈ പറയുന്ന പോലെ ചേട്ടൻ കുമാരമാവന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ 5 വയസ്സിൽ പുലിനംപുറത്ത് വന്നതാ. ഇന്നേ വരെ ഈ അയൽപക്കത്ത് ഒരു മനുഷ്യരോട്ട് ഞാൻ പിണക്കമെന്ന് പറയുന്ന സംഭവം എന്റെ നിഘണ്ടുവില്ല. ഞാന് ഒരു ആൾക്കാരോടും എനിക്ക് പിണക്കമെന്നൊരു സംഭവം ഇല്ല. എല്ലാ പേരോടും ഞാൻ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആരുടെയെങ്കിലും മുന്നിൽ വന്ന് ഇതായിട്ട് ഞാൻ ഈ ബാങ്കിൽ എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണ്. അതെന്റെ അച്ഛന് വേണ്ടിയിട്ട് മാത്രം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫുൾ ബാക്കിൽ നിന്ന് ഒരു പ്രഷർ വന്നിട്ട് പോലും അതൊരു കേസ് ഫയൽ ചെയ്യണം, മീഡിയയിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പം പോലും സത്യം പറഞ്ഞാൽ ഞാൻ ചേട്ടന്റെ ഞാൻ ശ്രീമാരമോന്റെ അടുത്ത് ഞാൻ തുറന്നു പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ അനുശേന്റെ ഒരാളുടെ മുഖം നോക്കിയിട്ടാണ് മാമ ഞാൻ ചെയ്യാത്തത്. ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു തിരിച്ചടവും വരാതെ ആകെ ഒരു വേണ്ട ചേട്ടാ. അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന് ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട. കാരണം വെച്ചാൽ ചേട്ടന് ഒറ്റയ്ക്കുള്ളതല്ലല്ലോ ഈ ബോർഡെന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്കല്ലല്ലോ. അത് അമ്മ നാളെ പോയി CA എടുത്ത് സംസാരിക്കുമ്പോൾ CA വിളിച്ചോളൂ. പകുതിയായി മക്കളെ, ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി.
പിള്ളേരാണെങ്കിൽ ഒന്നും എത്തിയില്ല, കൊച്ചു പിള്ളേർ. മക്കളെന്തായാലും അമ്മ രാവിലെ ഒന്ന് CA വിളിപ്പിക്കണം. ഞാൻ അത് ക്ലിയർ ചെയ്തോളാം. ഞാൻ നീ ഇന്ന് എന്തെങ്കിലും വിളിപ്പിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഞാൻ ചെയ്തോളാം. അപ്പോൾ ഫോൺ സംഭാഷണത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ. ഇത് ആരുടെ കുറ്റമാണ്? ഈ നിക്ഷേപകന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിക്ഷേപകനെ ഒരിക്കലും ബാങ്കിലോട്ട് വിളിച്ചു വരുത്തരുത്. കാരണം അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്, കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തിന് പണം എത്തിച്ചു കൊടുക്കേണ്ടത് അവിടെ കൊണ്ട് കൊടുക്കണമെന്നായിരുന്നു അനിൽകുമാറിന്റെ തീരുമാനം. അദ്ദേഹമാണ് ഈ തിരുമലയിലുള്ള ഫാം സഹകരണ സംഘത്തിന്റെ, ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്. അദ്ദേഹം അപ്പോൾ ബാങ്ക് സെക്രട്ടറിക്കൊക്കെ നിർദ്ദേശം കൊടുത്തിരുന്നു, സഹകരണ സംഘം സെക്രട്ടറിക്കൊക്കെ അങ്ങനെ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ സെക്രട്ടറി എന്ത് ചെയ്തു? ഈ പേഷ്യന്റിനെ വിളിച്ചു വരുത്തി, നിങ്ങൾ ബാങ്കിൽ വന്ന് ഒപ്പിട്ട് തരണം. അങ്ങനെ പാപം ഈ കിടപ്പ് രോഗിയായ നിക്ഷേപകനെ ആംബുലൻസിൽ ഈ ബാങ്കിൽ കൊണ്ടുവന്നു. ഇതുകൂടി കണ്ടപ്പോൾ അനിൽകുമാർ ആകെ തകിടം പറഞ്ഞു പോയി. തൻ്റെ അധികാരത്തിന് താഴെയുള്ള ഒരാൾ പോലും ഇങ്ങനെ താൻ പറയുന്നത് കേൾക്കുന്നില്ല. എന്നാലോ ഈ ലക്ഷക്കണക്കിന് ഇവിടെ നിന്ന് വായ്പ എടുത്തു കൊണ്ടുപോയ പാർട്ടിക്കാർ ഇത് കേട്ടിട്ടും കണ്ടിട്ടും മിണ്ടുന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ സങ്കടങ്ങളൊക്കെ ബോധിപ്പിക്കാൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ അനിൽകുമാർ പോയി കണ്ടിരുന്നു. അവിടെയും കൈമലർത്തി. എന്ത് ചെയ്യാൻ? എന്നിട്ട് പാർട്ടിക്കാർ ഒന്നടങ്കം തീരുമാനമെടുത്തു, ഇയാള് പാർട്ടിക്കാരനല്ല, പാർട്ടിയുമായി ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ. ഇപ്പോൾ തൃക്കണ്ണാപുരത്ത് തന്നെ സൂയിസൈഡ് ചെയ്ത ആനന്ദ് തമ്പിക്കും അവസ്ഥ ഇതായിരുന്നല്ലോ. RSS കുട്ടിക്കാലം മുതലേ RSS BJP എന്ന് പറഞ്ഞ ആനന്ദിന് സീറ്റ് നിഷേധിച്ചു. അങ്ങനെ വിഷമത്തിൽ ആനന്ദ് ആത്മഹത്യ ചെയ്തപ്പോഴും BJP നേതൃത്വവും RSS നേതൃത്വവും എന്ത് പറഞ്ഞു? അയാളെ നമുക്ക് അറിയുകയേയില്ല. അനന്തു തിരുവനന്തപുരത്ത് ലോഡ്ജിൽ മരിച്ചപ്പോഴെന്ന് പറഞ്ഞു? അനന്തുവിൻ്റെ അച്ഛൻ RSS ആയിരുന്നു, അനന്തുവിനെ ഞങ്ങൾക്ക് അറിയുകയേയില്ല. പ്രശാന്ത്, സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ പ്രതിയായിരുന്ന പ്രശാന്ത് സൂയിസൈഡ് ചെയ്തപ്പോഴും എന്ത് പറഞ്ഞു? അയാളെ ഞങ്ങൾക്ക് അറിയുകയേയില്ല. ഇന്നിങ്ങനെ സ്വന്തം ആൾക്കാരെ ഒറ്റുകൊടുക്കുന്ന, മരണത്തിലേക്ക് തള്ളിവിടുന്ന പാർട്ടിയായി BJP അധപ്പതിച്ചത് ഏറെ നാണക്കേട് ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് തിരിച്ച് ആ ഫോൺ സംഭാഷണത്തിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം. അനിൽകുമാർ അങ്ങനെ സൂയിസൈഡ് ചെയ്തു, സ്വന്തം ജീവനൊടുക്കി. പറക്കമുറ്റാത്ത മക്കളെയും ഭാര്യയും ഒക്കെ തനിച്ചാക്കി അനിൽകുമാർ യാത്രയായി. അനിൽകുമാർ മരിച്ചു കഴിഞ്ഞ് അനിൽകുമാറിൻ്റെ വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ കേട്ടു തള്ളിപ്പറച്ചിലുകൾ. BJP പുറങ്കാലുകൊണ്ട് അടിച്ചു അനിൽകുമാറിനെ, തള്ളിപ്പറഞ്ഞു. എങ്കിലും സത്യം സത്യമല്ലാതിരിക്കില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ഫോൺ സംഭാഷണമൊക്കെ വീണ്ടും പുറത്തു വരുന്നത്. ആ നന്മയുള്ള മനുഷ്യനെ തിരിച്ചറിയുമല്ലോ ലോകം. അതുകൊണ്ടാണല്ലോ നിക്ഷേപകൻ്റെ ആ മകളുമായുള്ള ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നത്. അപ്പോൾ നിക്ഷേപകരുമായി അതെങ്ങനെയാണ് പുറത്തു വന്നതെന്ന് ചോദിച്ചാൽ അന്വേഷിച്ചു പോയി. നിക്ഷേപകന് പൈസ കിട്ടിയോ എന്ന് ഫോളോ അപ്പിന് വേണ്ടി പോയപ്പോഴാണ് അറിയുന്നത് പൈസ കിട്ടിയിട്ടില്ല. അനിൽകുമാർ മരിച്ച് 2 മാസം കഴിയട്ടെ, കുറച്ച് ദിവസം കഴിയട്ടെ, നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായെങ്കിലും കാശ് തരാമെന്നായിരുന്നു ബാങ്കിൻ്റെ നിലപാട്, അല്ലെങ്കിൽ BJP നേതൃത്വത്തിൻ്റെ നിലപാട്. പക്ഷേ 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഇനി 2 വർഷം കഴിയട്ടെ, നമുക്കെല്ലാം ശരിയാക്കി എടുക്കണം, എന്നിട്ട് തരാം. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ ഒരു കോട്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാണ്. അവർ പറയുന്നത് 2 വർഷം കഴിയുന്നവരെ ഇദ്ദേഹത്തെ ഒരു ആശുപത്രിയിലോട്ട് പോലും കൊണ്ടുപോകാൻ നിവർത്തിയില്ലാതിരിക്കുന്നു. 2 വർഷം വരെ ഇങ്ങനെ ഇത്രയും വയ്യാത്തൊരു മനുഷ്യനെ, ജീവിതത്തിൽ അധ്വാനിച്ചതൊക്കെ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച് വിശ്വസിച്ച് പ്രസ്ഥാനത്തെ വിശ്വസിച്ച് കൊണ്ടിട്ട ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ ക്രൂരത കാണിക്കുന്നത്? അദ്ദേഹം 2 വർഷം അദ്ദേഹം ഈ ചികിത്സ കിട്ടാതെ കിടക്കണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായമെന്നാണ് ആ അമ്മ ചോദിക്കുന്നത്. ഇത് വലിയ ദയനീയതയാണ്, വലിയ കഷ്ടമാണ്. BJP നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. സത്യസന്ധതയില്ലാതെയുള്ള സാമ്പത്തിക ഇടപാടുകൾ. എടുക്കുന്നവൻ എടുത്തു കൊണ്ടുപോകുന്നു. പാവം ഇരയാക്കപ്പെടുന്നവൻ ആരാണെങ്കിലും അവൻ്റെ ജീവൻ വരെ അപഹരിച്ചിട്ട് അവനെ പാർട്ടി തള്ളിപ്പറയുകയും ചെയ്യുന്നു.